ഇന്ന് ഞാനൊരു കഥ പറയാം. പക്ഷേ ഇതൊരു വെറും കഥയല്ല. ഒരുപാട് ജന്മങ്ങളുടെ ഉള്ളൊരുകുന്ന പ്രാർത്ഥനകളുടെ കണ്ണീരിൻ്റെ കഥയാണ്. നമുക്ക് ചുറ്റും ജീവിച്ചിട്ടും ആരും കാണാതെ പോകുന്ന, അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. മറ്റുള്ളവരുടെ വാക്കിൻ്റെ ഒളിയമ്പുകളേറ്റ് ദിവസവും നെഞ്ചുപൊട്ടി ജീവിക്കുന്നവർ. അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വരികൾ ഇവിടെ കുറിക്കുന്നത്. ഈ കഥ എൻ്റെ അമ്മയുടേതു കൂടിയാണ്. കാലം ചിലപ്പോഴൊക്കെ എത്ര ക്രൂരമായാണ് ചില മനുഷ്യരുടെ നെഞ്ചിലേക്ക് കല്ലെറിയുന്നത്. കല്യാണപ്പന്തലിലെ ആരവങ്ങളൊക്കെ ഒഴിഞ്ഞുപോയ ആ ആദ്യ വർഷങ്ങൾ പ്രണയത്തിൻ്റെ വസന്തകാലമായിരിക്കാം. എന്നാൽ വസന്തങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോയിട്ടും ആ വീടിൻ്റെ ഉമ്മറത്തേക്കൊരു കുഞ്ഞു പാദസരത്തിൻ്റെ കിലുക്കം മാത്രം എത്തിയില്ല. രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും കടന്നുപോയപ്പോൾ ചുറ്റുമുള്ളവരുടെ നോട്ടങ്ങൾക്ക് മൂർച്ച കൂടി തുടങ്ങി. ചോദ്യങ്ങൾ പരിഹാസങ്ങളായും പരിഹാസങ്ങൾ ഒടുവിൽ ഒരു ശാപവാക്കായും എൻ്റെ അമ്മയുടെ നേർക്ക് വന്നു വീണു. മച്ചി, പ്രസവിക്കാൻ ശേഷിയില്ലാത്തവൾ. പ്രസവിക്കാൻ ശേഷിയില്ലാത്തവൾ എന്നല്ല വാക്കിനർത്ഥം. മറിച്ച് ഒരു സ്ത്രീയുടെ മാതൃത്വത്തെ ജീവനോടെ കുഴിച്ചു മൂടുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ആയുധമാണത്. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്യപ്പെടാൻ വിട്ടുകൊടുത്ത ഒരു കൂട്ടം കണ്ണീരിൻ്റെ പേരാണത്. അമ്മ പറയാറുണ്ട്, വിശേഷങ്ങൾ ചോദിച്ചു വരുന്നവർക്ക് മുന്നിൽ വിളറി വെളുത്ത മുഖത്തോടെ നിൽക്കുമ്പോൾ ഉള്ളിൽ ചോര പൊടിയാറുണ്ടായിരുന്നു എന്ന്. ആരും കാണാതെ അടുക്കളപ്പുറങ്ങളിലും ഇരുണ്ട മുറികളിലും ഇരുന്ന് അമ്മ എത്ര രാത്രികളിൽ വിങ്ങിക്കരഞ്ഞിട്ടുണ്ടാകാം. ഒരു കുഞ്ഞിൻ്റെ ചിരി കേൾക്കാൻ, ആ കുരുന്നു കൈകളൊന്ന് തൊടാൻ, ഈ ഭൂമിയിലെ ഏതെല്ലാം ദൈവങ്ങളുടെ സന്നിധിയിൽ അമ്മ കണ്ണീരൊഴുക്കി കാണും. ഒടുവിൽ അമ്മയുടെ നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനകൾക്ക് മുന്നിൽ 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രപഞ്ചം തോറ്റുപോയപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. എന്നെ ആദ്യമായി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ കണ്ണുനീർ എൻ്റെ നെറ്റിയിൽ വീണപ്പോൾ അന്ന് തോറ്റുപോയത് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തെ ശപിച്ച ഈ സമൂഹമായിരുന്നു. ഇന്ന് ഈ വരികൾ ഞാൻ എഴുതുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം അന്ന് എൻ്റെ അമ്മ അനുഭവിച്ച അതേ നരകം, അതേ ചോദ്യങ്ങൾ, അതേ ഒറ്റപ്പെടലുകൾ ഇന്നും അനുഭവിച്ച് തീർക്കുന്ന ഒരുപാട് ജന്മങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ ഒരു കുഞ്ഞിനായി പ്രാർത്ഥനകളോടെ കാത്തിരിക്കുന്നവർ, അവരോടായി മാത്രം ഞാൻ പറയുന്നു, ഒരു കുഞ്ഞില്ലാത്തത് നിങ്ങളുടെ ശാപമല്ല. നിങ്ങളെ നോക്കി ആ വാക്കെറിയുന്നവരുടെ മനസ്സിലെ ശൂന്യതയാണ് ആ വാക്ക്. തോറ്റുകൊടുക്കരുത്. നിങ്ങളുടെ മാതൃത്വം ശരീരത്തിലല്ല, നിങ്ങളുടെ സ്നേഹത്തിലാണ്. ഈ കണ്ണീരിൻ്റെ കനൽവഴികൾക്കൊടുവിൽ നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ വസന്തവും ഒരിക്കൽ പിറക്കുക തന്നെ ചെയ്യും. ഒരമ്മയാകാൻ കൊതിച്ച് ഇന്നും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ഈ ലോകത്തിലെ എല്ലാ കാത്തിരിപ്പുകൾക്കും മുന്നിൽ ഈ വരികൾ ഞാൻ സമർപ്പിക്കുന്നു.